എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് എക്സ് എൻ്റെ ടാങ്ക് സ്റ്റിക്കർ മാറ്റി ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് EXൻ്റെ മോണോഗ്രാം സ്റ്റിക്കർ എങ്ങനെയാക്കാം എന്നുള്ളതാണ്. അതിന് സ്റ്റിക്കർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റിക്കർ പതുക്കെ ആദ്യം തന്നെ ഹീറ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ പുറമെ ക്ലിയർ ഒരു കോട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്ലിയർ കോട്ട് നഷ്ടപ്പെടാതെ തന്നെ സ്റ്റിക്കർ എടുക്കണമെങ്കിൽ അത് ഹീറ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. എന്നാലും ആ സ്റ്റിക്കർ പോയ സ്ഥലത്ത് ചെറിയൊരു ക്ലിയർ കോട്ടിൻ്റെ ചെറിയൊരു മങ്ങി നിൽക്കുന്നുണ്ടാവും. പക്ഷേ നമുക്കത് പോളിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് റൈറ്റ് സൈഡിലെ സ്റ്റിക്കർ എടുത്തിട്ടുള്ളൊരവസ്ഥയാണ്. ഇപ്പോൾ പശ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അത് നമുക്ക് കളയാൻ സാധിക്കും. ഇപ്പോൾ രണ്ട് സ്റ്റൈലിലെയും സ്റ്റിക്കർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ആ പശ കളയുന്നതാണ് അടുത്ത ടാസ്ക്. അതിന് ഇവർ യൂസ് ചെയ്തത് കുറച്ച് ഡീസൽ ഇത് രണ്ട് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ആ പശ വൈപ്പ് ചെയ്തെടുത്തു. അതിൻ്റെ ഒരു വൈപ്പിംഗ് ചെറിയൊരു സാധനമുണ്ട്. അപ്പോൾ അങ്ങനെ വൈപ്പ് ചെയ്തെടുത്തിട്ടാണ് ഇതിപ്പോൾ അത് കളഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിനുശേഷം പശയുടെ ഫുള്ളൊരു ഇത് പോകണമെങ്കിൽ ചെറിയ 2000 പേപ്പർ ഇട്ട് ആ പശയുടെ ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കണം. ക്ലിയർ കോട്ട് നഷ്ടപ്പെടാതെ തന്നെ പതുക്കെ ഉരച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കണ്ടില്ലേ, ഏകദേശം ടാങ്ക് ഒരു ലെയർ ക്ലിയർ കോട്ട് ജസ്റ്റ് നഷ്ടപ്പെട്ട പോലെ കാണാം. ഇത് 2000 പേപ്പർ ഇട്ട് ഉരച്ചത് കൊണ്ടുള്ള ഒരു ഇതാണ്. പക്ഷേ നമുക്കിത് കഴിഞ്ഞിട്ട് പോളിഷ് ചെയ്തെടുക്കാം. പോളിഷ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബ്രോ എടുത്തിട്ടുള്ളത് നിപ്പോണിൻ്റെ നോർട്ടൺ ഫാസ്റ്റ് ക്രീമാണ്. ഇത് വെച്ച് തന്നെ ആദ്യം ഒന്ന് പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം ആ വന്നിട്ടുള്ള സ്ക്രാച്ചസുകളൊക്കെ ഒക്കെ ക്ലിയർ ആയിട്ട്. പിന്നെ ഇതിന് ശേഷം നമ്മൾ 3Mൻ്റെ പ്രീമിയം ലിക്വിഡ് വാക്സാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്ക് ഒന്ന് ശരിക്കും പറഞ്ഞാൽ ചില്ലിട്ട് പോലെയായിരിക്കും. നമുക്ക് ശരിക്കും എൻ്റെയൊക്കെ മുഖം ശരിക്കും പറഞ്ഞാൽ ടാങ്കിൽ നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും. നമ്മുടെ ബ്രോനോട് ഞാൻ ടാങ്ക് മാത്രം പോളിഷ് ചെയ്ത് തരാനാണ് പറഞ്ഞത്. ബ്രോ വണ്ടി മൊത്തം ഒന്ന് പോളിഷ് ചെയ്ത് തന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടാങ്കിന് ഒട്ടിക്കാനായിട്ടുള്ള റോയൽ എൻഫീൽഡിൻ്റെ ജെന്യൂൻ പാർട്സായ ആ സ്റ്റിക്കറാണ്, മോണോഗ്രാം സ്റ്റിക്കറാണ്. ഇപ്പോൾ അതിന് സ്റ്റിക്കറിന് 351 രൂപയാണ് വരുന്നത്. അതായത് ടാങ്കിൻ്റെ ഒരു സ്റ്റിക്കർ, സൈഡിലെ സ്റ്റിക്കർ. പിന്നെ ബ്രോ നമുക്ക് വണ്ടിക്ക് വേണ്ട സൈഡിലെ ആ ബാറ്ററി ബോക്സിലും ഇതിലൊക്കെ ഫുള്ളി തന്നെ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷമുള്ള ഒരു ലുക്കാണ് ഈ കാണുന്നത്. എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ ബ്രോ തന്നെ സജസ്റ്റ് ചെയ്തിട്ട് ടാങ്കിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കർ കൂടി പുള്ളി തന്നെ ഒട്ടിച്ചു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ എന്താണോ പ്രതീക്ഷിച്ച് പോയത് അതിൻ്റെ അപ്പുറം പുള്ളി തന്നു. ഒരു പൂച്ചോദിപ്പോൾ പൂക്കാലം തന്നു എന്ന് പറയുന്ന പോലെ വണ്ടി അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. പുള്ളിയുടെ തന്നെ ഷോക്ക് അബ്സോർബറിലും പുള്ളി തന്നെ സജസ്റ്റ് ചെയ്തിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു വന്നു. അപ്പോൾ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു പുത്തൻ വണ്ടി പോലെ വണ്ടി ഫുൾ പോളിഷ് ചെയ്തു എല്ലാം കഴിഞ്ഞു. പക്ഷേ ഞാൻ വണ്ടി വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, അതിൻ്റെ ഒരു കുറവുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ബ്രോൻ്റെ ഷോപ്പ്. ഇത് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഷോപ്പ് വരുന്നത്. ഇതാണ് നമ്മുടെ ബ്രോ, ബ്ലാക്ക് എന്ന് വിളിക്കുന്ന വിജേഷ് ബ്രോ. ഇത് നമ്മുടെ ആഫ്റ്റർ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ബുള്ളറ്റ് ഷോപ്പിന് മുന്നിലിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.